വിഷ്ണു കൃഷ്ണൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന ഗ്യാസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ഇരിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വൽ യോജന പദ്ധതി PAN പദ്ധതി വഴി ഉജ്ജ്വൽ യോജനയിൽ സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് 300 രൂപ എത്തുന്നുണ്ട്. ഒരു വർഷം പരമാവധി 9 സിലിണ്ടറുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഈ ഒരു സബ്സിഡി തടസ്സമില്ലാതെ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യം ചെയ്യുക. ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കേണ്ടതാണ്. ഇതുവരെ ചെയ്യാത്ത ആളുകൾ, പൂർത്തീകരിക്കാത്ത ആളുകൾ മാർച്ച് 30-നകം ചെയ്യേണ്ടതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നതല്ല. PL അല്ലെങ്കിൽ APL കാർഡിന് ലഭിച്ചിരിക്കുന്ന പേരുള്ള സ്ത്രീകൾക്കാണ് ഉജ്ജ്വൽ യോജന ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പുതിയ അപേക്ഷകർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് യാതൊരു ആനുകൂല്യം ഉറപ്പാക്കാവുന്നതാണ്. കൂടാതെ സാധാരണ കണക്ഷനുള്ള ഗാർഹിക സിലിണ്ടറുകൾ KYC ചെയ്യേണ്ടതാണ്. ഇവർക്കായിട്ട് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. സബ്സിഡി ആയിട്ട് പുതിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സബ്സിഡിയുടെ കാലാവധിയാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്. 100 രൂപ സബ്സിഡി 2026-27 കാലഘട്ടത്ത്, ക്ഷമിക്കണം, 2025-26 കാലഘട്ടത്താണ്. നേരത്തെ 27-26 കാലഘട്ടം എന്നാണ് പറഞ്ഞത് ദയവായി. അപ്പം 2026-27 കാലഘട്ടത്തിൽ KYC പുതുക്കണം. വർഷം 9 സിലിണ്ടറുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതുപോലെ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് ഡെപ്പോസിറ്റ് തുക നൽകേണ്ടതില്ല. കൂടാതെ ഗ്യാസ് ഏജൻസി ഉജ്ജ്വലന് ഉൾപ്പെടെ എല്ലാ ഗ്യാസ് വർഷത്തിൽ ബയോമാസ്റ്ററിങ് ചെയ്യേണ്ടതാണ്, തടസ്സമില്ലാതെ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തി ബയോമാസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ്. എത്തിക്കുമ്പോൾ അവരുടെ മൊബൈൽ ആപ്പ് വഴി ഇത് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ആധാർ ഫേസ് ആപ്പ് വഴി നമുക്ക് ചെയ്യുന്നതാണ്. ആധാറായിട്ട് ലിങ്ക് പരിശോധിക്കുമ്പോഴുള്ള സബ്സിഡി നേരിട്ട് ലഭിക്കാൻ ആധാർ ഗ്യാസ് ഏജൻസി ബാങ്ക് അക്കൗണ്ടും ആധാറായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. വ്യാജ അക്കൗണ്ടുകൾക്കും എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം.